1 തിമോഥെയോസ് 6 പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ആദ്യ ലേഖനത്തിന്റെ അവസാന അധ്യായമാണ്. പ്രായോഗിക നിർദ്ദേശങ്ങളും ആത്മീയ മുന്നറിയിപ്പുകളും നൽകുന്നു. സേവകരുടെ ഉത്തരവാദിത്തങ്ങൾ, അത്യാഗ്രഹത്തിന്റെ അപകടങ്ങൾ, ദൈവഭക്തിയിലേക്കുള്ള വിളി തുടങ്ങിയ വിഷയങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നു. തങ്ങളുടെ യജമാനന്മാരെ ബഹുമാനിക്കാൻ, പ്രത്യേകിച്ച് അവരുടെ യജമാനന്മാർ വിശ്വാസികളാണെങ്കിൽ, ദൈവനാമത്തിന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കാൻ ക്രിസ്ത്യൻ സേവകരോട് നിർദ്ദേശിച്ചുകൊണ്ടാണ് പൗലോസ് ആരംഭിക്കുന്നത്. ദൈവഭക്തിയേക്കാൾ തർക്കങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന വ്യാജ അധ്യാപകർക്കെതിരെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ഈ വ്യക്തികൾ അഹങ്കാരത്താലും അത്യാഗ്രഹത്താലും നയിക്കപ്പെടുന്നു, മതത്തെ വ്യക്തിപരമായ നേട്ടത്തിനുള്ള മാർഗമായി ഉപയോഗിക്കുന്നു. സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി വലിയ നേട്ടമാണ്. പണത്തോടുള്ള സ്നേഹമാണ് എല്ലാത്തരം തിന്മകളുടെയും മൂലകാരണമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ഇത് ആളുകളെ വിശ്വാസത്തിൽ നിന്ന് അകറ്റുന്നു. പകരം നീതി, വിശ്വാസം, സ്നേഹം, സ്ഥിരോത്സാഹം എന്നിവ പിന്തുടരാൻ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നു. വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം പൊരുതാൻ ക്രിസ്തുവിന്റെ മടങ്ങിവരവ് വരെ കുറ്റം കൂടാതെ കൽപ്പനകൾ പാലിക്കാനും തിമോത്തിക്ക് ചുമതലയുണ്ട്. സമ്പന്നർക്കുള്ള നിർദ്ദേശങ്ങളും ഈ അധ്യായത്തിൽ ഉൾപ്പെടുന്നു. ഉദാരമനസ്കത കാണിക്കാനും സമ്പത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്നു ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ദൈവമില്ലാത്ത സംസാരവും ആളുകളെ വഴിതെറ്റിക്കുന്ന തെറ്റായ അറിവും ഒഴിവാക്കിക്കൊണ്ട് വിശ്വാസം കാത്തുസൂക്ഷിക്കാനുള്ള അന്തിമ മുന്നറിയിപ്പോടെ പൗലോസ് അവസാനിപ്പിക്കുന്നു. ഭൗതിക സമ്പത്തിന്മേൽ ദൈവഭക്തി പിന്തുടരുന്നതിനും ക്രിസ്തുവിനോട് വിശ്വസ്തത പുലർത്തുന്നതിനുമുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നതഭാവം കൂടാതെയിരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശവയ്പാനും നന്മ ചെയ്യുവാനും ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കൂടുതൽ വീഡിയോകൾ കാണാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.